ഓം ശാന്തി. 31/1/2025. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിന്റ്സ്. മധുരമായ കുട്ടികളെ, പുണ്യാത്മാവാകണമെങ്കിൽ തൻ്റെ ചാർട്ട് നോക്കൂ. എന്നിൽ നിന്ന് പാപമൊന്നും സംഭവിച്ചില്ലല്ലോ. സത്യമായ ശേഖരണം ശേഖരിക്കപ്പെടുന്നല്ലോ. ഇത് പാപാത്മാക്കളുടെ ലോകമാണ്. മുഴുവൻ ലോകത്തിലും പാപത്തിൻ്റെ തന്നെ വൈബ്രേഷൻ തന്നെ നിറഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ ഉള്ളതിനിടയിലാണ് നാം ഓരോരുത്തരും ബാബയുടെ ഡയറക്ഷൻ അനുസരിച്ച്, ശ്രീമതമനുസരിച്ച് പുണ്യാത്മാവാകുന്നത്. അപ്പോൾ ബാബ എന്തു പറയുന്നുവോ അതാണ് നാം കേൾക്കേണ്ടത്, ചെയ്യേണ്ടത്. ബാബ പറയുകയാണ്, പുണ്യാത്മാവാകണമെങ്കിൽ ദിവസവും ചാർട്ട് നോക്കണം. എന്നിൽ നിന്ന് തെറ്റായിട്ടൊന്നും സംഭവിച്ചില്ലല്ലോ, ഒരു പാപവും സംഭവിച്ചില്ലല്ലോ. യഥാർത്ഥ ശേഖരണം നടക്കുന്നുണ്ടല്ലോ. നമ്മളിൽ നിന്ന് എന്തെങ്കിലും പാപം ഉണ്ടാകുകയാണെങ്കിൽ അതിനർത്ഥം ആ പാപത്തിൻ്റെ വേര് ഉള്ളിൽ തന്നെ എവിടെയോ ഉണ്ട്. അങ്ങനെ വേരുണ്ട് എങ്കിൽ അത് അംശത്തിൽ നിന്ന് വംശമായി തീരും. മാത്രമല്ല, നാം ഏത് രീതിയിലാണോ പുണ്യം ശേഖരിക്കുന്നത് അത് തികച്ചും ശുദ്ധവും പവിത്രവും നിസ്വാർത്ഥവും ആയിരിക്കണം. എന്നാലാണ് അവയിൽ നിന്ന് സമ്പാദ്യം ശേഖരിക്കപ്പെടുന്നത്. ഇതും നാം ദിവസവും ചെക്ക് ചെയ്യണം. ചോദ്യം: ഏറ്റവും വലിയ പാപം എന്താണ്? ഉത്തരം: ആരിലെങ്കിലും മോശമായ ദൃഷ്ടി വയ്ക്കുക. ഇത് ഏറ്റവും വലിയ പാപമാണ്. നിങ്ങൾ പുണ്യാത്മാവാകുന്ന കുട്ടികൾ ആരിലും മോശമായ ദൃഷ്ടി, അതായത് വികാരി ദൃഷ്ടി വയ്ക്കുക സാധ്യമല്ല. ചെക്ക് ചെയ്യണം, നമ്മൾ എവിടം വരെ യോഗത്തിലിരിക്കുന്നു. പാപമൊന്നും സംഭവിക്കുന്നില്ലല്ലോ. ഉയർന്ന പദവി എടുക്കണമെങ്കിൽ ശ്രദ്ധിക്കൂ, അല്പം പോലും കുദൃഷ്ടി പോകരുത്. ബാബ നൽകുന്ന ശ്രീമത്തനുസരിച്ച് പൂർണ്ണമായും നടക്കണം. ലോകത്തിലുള്ളവർക്ക് പുണ്യം എന്താണ്, പാപം എന്താണ് എന്നതിനെക്കുറിച്ച് വളരെ അവ്യക്തമായ ആശയമാണ് ഉള്ളത്. അതിനാൽ അവരുടെ കർമ്മം കൂടുതലും വികർമ്മമാണ് ആകുന്നത്. എന്നാൽ നമ്മൾ കുട്ടികളെ ബാബ ബ്രഹ്മാവിലൂടെ ദത്തെടുത്തിരിക്കുകയാണ്. നമ്മളെ എന്നും വന്ന് പഠിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾക്കാണ് അതിനെക്കുറിച്ച് വ്യക്തമായ അറിവുള്ളത്. എന്താണ് പാപം, എന്താണ് പുണ്യം എന്നതിനെക്കുറിച്ച്. അങ്ങനെ ഉള്ളപ്പോൾ ഏറ്റവും വലിയ പാപം എന്താണ് എന്ന് ബാബ നമുക്ക് പറഞ്ഞു തരുന്നു. നമ്മൾ ബാബയുടെ കുട്ടികൾക്ക് ആരെപ്രതിയെങ്കിലും മോശമായ ദൃഷ്ടി വയ്ക്കുകയാണെങ്കിൽ അത് വളരെ പാപമാണ്. മോശമായ ദൃഷ്ടി എന്നാൽ വികാരി ദൃഷ്ടിയാണ്, അതായത് ദൈഹിക ദൃഷ്ടിയാണ്. ദേഹത്തിലാണ് ശ്രദ്ധ പോകുന്നത്, ആത്മാവിലല്ല. അല്ലെങ്കിൽ ആ ആത്മാവ് ശരീരത്തിലൂടെ കളിക്കുന്ന കഥാപാത്രത്തിലുമല്ല, ശരീരത്തിൽ ശ്രദ്ധ പോകുന്നു. ഇങ്ങനെയാണ് എങ്കിൽ പ്രത്യേകിച്ച് കർമ്മത്തിലൊന്നും വരുന്നില്ല എങ്കിലും ഈ ദൃഷ്ടി തന്നെ ഒരു പാപമായി തീരുന്നു. അതിനാൽ ബാബ പറയുകയാണ്, എന്നും പരിശോധിക്കണം എവിടം വരെ നമ്മുടെ യോഗം ഉണ്ട്. യോഗമെന്നാൽ ബാബയുമായുള്ള ബന്ധം, ബാബയുമായുള്ള ബുദ്ധിയുടെ കണക്ഷൻ. ഈ കണക്ഷൻ ശരിയാണ് എങ്കിൽ പിന്നെ കർമ്മമൊന്നും തെറ്റില്ല. പക്ഷെ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ട് എങ്കിൽ തീർച്ചയായും എന്തെങ്കിലും പാപം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ എന്തെങ്കിലും പാപം സംഭവിച്ചുവോ എന്നും ചെക്ക് ചെയ്യണം. വളരെ ഉയർന്ന ഒരു പദവി എടുക്കുന്നതിനുള്ള യോഗ്യത നാം നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളപ്പോൾ മായ പലതരത്തിൽ പിടിച്ചുലയ്ക്കാൻ വരും. അതിലൊന്നാണ് കുദൃഷ്ടി. ശ്രദ്ധിക്കണം, ഒരൽപ്പം പോലും കുദൃഷ്ടി പോകരുത്. ബാബ എന്ത് ശ്രീമതം നൽകിയോ അതിനനുസരിച്ച് പൂർണ്ണമായും നടക്കണം. ഗീതം
മുഖം നോക്കൂ പ്രാണി ദർപ്പണത്തിൽ, എത്ര പാപമുണ്ട് എത്ര പുണ്യമുണ്ട് എന്ന്. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. വിനാശി ധനമുണ്ടെങ്കിൽ അത് സഫലമാക്കുന്നതിന് അലൗകിക സേവനത്തിൽ ഉപയോഗിക്കണം. അവിനാശി ധനദാനം തീർച്ചയായും ചെയ്യണം. 2. തന്റെ ചാർട്ട് നോക്കണം. നമ്മുടെ അവസ്ഥ എങ്ങനെയുണ്ട്? മുഴുവൻ ദിവസവും ഒരു മോശമായ കർമ്മമൊന്നും ചെയ്തില്ലല്ലോ, പരസ്പരം ദുഃഖമൊന്നും കൊടുത്തില്ലല്ലോ, ആരിലും കുദൃഷ്ടിയൊന്നും പോയില്ലല്ലോ. ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു, നാം തീർച്ചയായും ധനം ദാനം ചെയ്യണം. അത് ലൗകിക ധനമായാലും അലൗകിക ധനമായാലും. എത്ര നാം ദാനം ചെയ്യുന്നുവോ അത് 10 മടങ്ങായി തിരിച്ചു നമ്മളുടെ അടുത്തേക്ക് വരും. ഈ ജന്മത്തിൽ മാത്രമല്ല, വരാൻ പോകുന്ന എല്ലാ ജന്മങ്ങളിലും അങ്ങനെ വരും. അതിനായി ആദ്യത്തെ ചുവട് നാം വയ്ക്കണം. പിന്നെ അങ്ങോട്ടുള്ള ചുവട് നമ്മൾക്ക് ബാബ വെച്ചു തരും. അതിനാൽ അവിനാശി ജ്ഞാനധനമാകട്ടെ ലൗകിക ധനമാകട്ടെ അത് സേവനത്തിൽ ഉപയോഗിക്കണം. രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, തന്റെ ചാർട്ട് തീർച്ചയായും നോക്കണം. ചലനം എങ്ങനെയായിരുന്നു? മോശമായ ഒരു കർമ്മവും സംഭവിച്ചില്ലല്ലോ, ആർക്കും ദുഃഖമൊന്നും കൊടുത്തില്ലല്ലോ, മോശമായ ദൃഷ്ടിയൊന്നും പോയില്ലല്ലോ. ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മാനസിക നില, മനസ്സിന്റെ അവസ്ഥ ഉയർന്നു തന്നെ ഇരിക്കണം. അതിനായി വിചാരസാഗര മന്ഥനം ചെയ്യണം. ജ്ഞാനത്തിന്റെ സ്മൃതി ഉണ്ടായിരിക്കണം. മോശമായ കർമ്മമൊന്നും ചെയ്യാതിരിക്കുന്നതിന് ഓരോ കർമ്മം ചെയ്യുന്നതിനു മുൻപും ശ്രദ്ധിക്കണം, ഇത് ശ്രീമതത്തിന് അനുസരിച്ചാണോ എന്ന്. നമ്മളുടെ ഉള്ളിൽ ദുഃഖമുണ്ടെങ്കിൽ അത് നമ്മൾ മറ്റുള്ളവർക്ക് തീർച്ചയായും കൊടുക്കും. നമ്മളുടെ ഉള്ളിലുള്ള ഓരോ പൊട്ടും പൊടിയും ദുഃഖമായിട്ടുണ്ടെങ്കിൽ അതെല്ലാം നശിപ്പിക്കണം. ഒപ്പം നമ്മളിൽ നിന്ന് ആരെപ്രതിയും ഒരു തെറ്റായ മനോഭാവം അല്ലെങ്കിൽ ദൃഷ്ടി ഉണ്ടാകരുത്. അത് വലിയ പാപമാണ്. അതിനാൽ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിക്കണം. വരദാനം: ഡബിൾ ലൈറ്റായി സർവ പ്രശ്നങ്ങളെയും ഹൈജമ്പ് ചെയ്ത് മറികടക്കുന്ന തീവ്ര പുരുഷാർത്ഥിയായി ഭവിക്കട്ടെ. സദാ സ്വയം അമൂല്യ രത്നമെന്ന് മനസ്സിലാക്കി ബാബ് ദാദയുടെ ഹൃദയത്തിന്റെ ഡിബ്ബയിൽ ഇരിക്കൂ. അർത്ഥം, സദാ ബാബയുടെ ഓർമ്മയിൽ ലയിച്ചിരിക്കൂ. എങ്കിൽ ഒരു കാര്യവും ബുദ്ധിമുട്ടായി അനുഭവപ്പെടില്ല. എല്ലാ ഭാരവും സമാപ്തമാകും. ഈ സഹജയോഗത്തിലൂടെ ഡബിൾ ലൈറ്റായി പുരുഷാർത്ഥത്തിൽ ഹൈജമ്പ് നൽകി തീവ്ര പുരുഷാർത്ഥി ആയിത്തീരും. എപ്പോഴെന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുവെങ്കിൽ ബാബയുടെ മുന്നിലിരിക്കൂ. ബാബ് ദാദയുടെ വരദാനങ്ങളുടെ കൈ സ്വയം തന്റെ മേൽ അനുഭവം ചെയ്യൂ. ഇതിലൂടെ സെക്കൻഡിൽ സർവ പ്രശ്നങ്ങളുടെയും പരിഹാരം ലഭിക്കും. എന്ത് പ്രശ്നം വന്നാലും അതിൽ നിന്നെല്ലാം മറികടക്കുന്നതിന് നാം ആരാണ് എന്ന് മനസ്സിലാക്കണം. നാം ബാബ് ദാദ തിരഞ്ഞെടുത്ത അമൂല്യ രത്നമാണ്. ഇങ്ങനെ മനസ്സിലാക്കുന്നതിലൂടെ നാം സദാ ബാബയുടെ ഓർമ്മയിൽ, ബാബയുടെ ഹൃദയത്തിൽ സുരക്ഷിതരായി ഇരിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടും ബുദ്ധിമുട്ടായി അനുഭവപ്പെടില്ല. എല്ലാ ഭാരവും സമാപ്തമാകും. ഡബിൾ ലൈറ്റായി പുരുഷാർത്ഥത്തിൽ ഹൈജമ്പ് നൽകി തീവ്ര പുരുഷാർത്ഥി ആയിത്തീരും. എന്തെങ്കിലും പ്രശ്നം അനുഭവപ്പെടുന്നുവെങ്കിൽ ഉടൻ തന്നെ ബാബയുടെ മുന്നിലിരിക്കണം. ബാബയുടെ വരദാനങ്ങൾ നിറഞ്ഞ കൈ തന്റെ മേലുണ്ട് എന്ന് മനസ്സിലാക്കണം. ഇതിലൂടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. സ്ലോഗൻ: സഹയോഗത്തിന്റെ ശക്തി അസംഭവ്യത്തെയും സംഭവ്യമാക്കി മാറ്റുന്നു. ഇത് സുരക്ഷിതത്വത്തിന്റെ കോട്ടയാണ്. പരസ്പരമുള്ള സഹയോഗം ഉണ്ട് എങ്കിൽ എത്ര അസംഭവ്യമായ കാര്യവും സംഭവ്യമായി തീരുന്നു.
ഈ ഒരു സഹയോഗത്തിന്റെ ശക്തി ഒരു സുരക്ഷിതത്വത്തിന്റെ കോട്ടയുമാണ്. ഇങ്ങനെ സഹയോഗം പരസ്പരം ഉണ്ടാകുന്നതിന് നമ്മളുടെ ഇടയിലുള്ള കോമൺ ഫാക്ടർ, പൊതുവായ കാര്യം എന്താണ് എന്ന് നോക്കണം. അതെപ്പോഴും ബാബയാണ്. ഞാൻ ബാബയുടെ കുട്ടിയാണ്. നമ്മളെല്ലാവരും ബാബയുടെ കുട്ടികളാണ്. ഈ ഒരു കാര്യം മനസ്സിലാക്കുകയാണെങ്കിൽ പരസ്പരം സഹയോഗം നൽകുന്നത് സഹജമായി തീരും. ഇതിലൂടെ സുരക്ഷിതമായിരിക്കുകയും ചെയ്യും. അസംഭവ്യമായ കാര്യങ്ങൾ ചെയ്യാനും സാധിക്കും. ഓം ശാന്തി.